ഹമാസിൻ്റെ പിടിയിലുണ്ടായിരുന്ന 6 ഇസ്രായേലി ബന്ദികൾ മരണപ്പെട്ടെന്ന് ഉള്ള ഒരു സ്ഥിരീകരണം ഇസ്രായേലി സൈന്യം നൽകിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ഈ സൈനികർ എങ്ങനെയാണ് മരണപ്പെട്ടതെന്നുള്ള വിശദീകരണം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് IDF പറയുന്നത്. പക്ഷേ IDF ഈ ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് ബന്ദികളുടെ ബന്ധുക്കളും സൈന്യം തന്നെ വിലയിരുത്തിയ ഒരു റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. കാരണം ആരെയും ജീവനോടെ രക്ഷിച്ചു കൊണ്ടുപോകാൻ IDF സാധിച്ചിട്ടില്ല. IDF വിചാരിച്ചിരുന്നത് ഗസ എന്ന് പറയുന്ന ചെറിയ സ്ഥലത്തേക്ക് മുഴുവൻ സൈനിക സന്നാഹങ്ങളുമായിട്ട് എത്തുമ്പോൾ ഈ ബന്ദികളെ തങ്ങൾക്ക് പൂർണ്ണമായിട്ടും ജീവനോടെ മോചിപ്പിക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ തുടക്കം മുതലേ ബന്ദികളുടെ ബന്ധുക്കളും ഇസ്രായേലിലെ പൊതുസമൂഹവും പറഞ്ഞിരുന്നു അതൊരു മണ്ടത്തരമാണ്. കാരണം ഹമാസിനെ ചെറുതായിട്ട് കാണുന്നത് ശരിയല്ല. കാരണം ഹമാസ് കൃത്യമായ ഒരു പ്രതിരോധം അക്കാര്യത്തിൽ തീർക്കുകയാണെങ്കിൽ IDF അത് സാധ്യമല്ല, ബന്ദികളെ ജീവനോടെ ലഭിക്കുകയില്ല. പക്ഷേ അമിതമായ ആത്മവിശ്വാസത്തോടുകൂടി IDF ഇറങ്ങുകയും ബന്ദികളെ സൈനികമായല്ലാതെ തങ്ങൾ മോചിപ്പിക്കുകയില്ല, ചർച്ചയിലൂടെ മോചിപ്പിക്കുന്നത് ഇസ്രായേലിന് നാണക്കേടാണെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ സംഭവിച്ചത് എന്തെന്ന് പറഞ്ഞാൽ ഈ ബന്ദികളെ വരെയും ജീവനോടെ കിട്ടുന്നത് മൃതദേഹങ്ങൾ മാത്രമാണ്. ഹമാസ് ആരോപിക്കുന്നത് ഇസ്രായേലിൻ്റെ ഈ വ്യോമാക്രമണത്തിലാണ് ബന്ദികൾ മരിച്ചതെന്നാണ്, കൊലപ്പെട്ടതെന്നാണ്. പക്ഷേ IDF സ്വാഭാവികമായിട്ടും ഹമാസാണ് അവരെ വധിച്ചതെന്നുള്ള ആരോപണമായിട്ട് വരുന്നത്. ഏതായാലും നഷ്ടപ്പെടുന്നത് ബന്ദികളുടെ വീട്ടുകാർക്കും അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്കുമാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ബന്ദിമോചനം നടന്നില്ലെങ്കിലും ഹമാസും പലസ്തീൻ വിഭാഗവുമായിട്ടുള്ള യുദ്ധം അതുപോലെ തന്നെ കൊണ്ടുപോവുക, ആ യുദ്ധം അതുപോലെ കൊണ്ടുപോയാൽ മാത്രമേ തൻ്റെ അധികാരത്തിൽ തനിക്ക് ഇരിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ജനങ്ങൾ മന്ത്രിസഭയുടെ കുറ്റം പറഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കുന്ന അന്ന് തന്നെ മന്ത്രിസഭയുടെ കാലാവധി തീർക്കേണ്ടി വരുമെന്നുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. മാത്രമല്ല നിലവിൽ അഴിമതി ആരോപണം ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ നേരിടുകയാണ് നെതന്യാഹു. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇത്തരം ഒരു കാര്യം നടക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അധികാരത്തിൽ എപ്പോഴും തുടരുക, ബന്ദിമോചനം സൈനികമായി നടക്കുമെന്ന് പറഞ്ഞ് 1 വർഷത്തോളം ജനങ്ങളെയും ഒരുപക്ഷെ അവരുടെ ബന്ധുക്കളെയും ഒക്കെ നെതന്യാഹു വഞ്ചിച്ചിരിക്കുകയാണ്. ആരെയും മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ തന്നെയാണ് അവർ മരണപ്പെട്ടതെന്ന് ഹമാസ് ആരോപിക്കുന്നതിൽ കഴമ്പുണ്ട് എന്നാണ് പറയുന്നത്. ബന്ദികളുടെ ബന്ധുക്കളും അക്കാര്യം ആരോപിക്കുന്നുണ്ട്. ഏതായാലും ഹമാസിനോട് സൈനികമായി വിജയിച്ച് ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ഇപ്പോൾ IDF പോലുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഗസ മുഴുവനും ഉഴുതുമറിച്ചിട്ടും ബന്ദികൾ എവിടെയുണ്ടെന്ന് പോലും കൃത്യമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല. പുതുതായി 6 ബന്ദികളുടെ മൃതദേഹം കൂടി കിട്ടുമ്പോൾ നെതന്യാഹുവിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാകുകയാണ്. ബന്ദിമോചനം അസാധ്യമാകുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.